രാഷ്ട്രീയ നേതാക്കൾ, നിർമ്മിത ബുദ്ധിയുടെ രാഷ്ട്രീയ നേതാക്കൾ, ജഡ്ജിമാർ അല്ലേ, ഒരു കോടതി തന്നെ ഒരുപക്ഷെ വരുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലും ഏതിലും എന്ന് പറയുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കേട്ടോ, ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. വളരെ നമ്മളുടെ ഹൃദയം പൊള്ളിക്കുന്ന ഒരു സിനിമയാണത്. ആ സിനിമയ്ക്കകത്ത് ഒരു കുട്ടിയാണ്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഈ പറയുന്ന റോബോട്ടുകളുടെ ഒരു കാലം, ഒരു ആധുനിക ലോകത്തിൻ്റെ കഥയാണ് പറയുന്നത്. അങ്ങനെ ഒരു കാലത്ത് ഒരു കുട്ടി അവസാനം അവൻ മനുഷ്യനെ പോലെ എല്ലാ വികാരങ്ങളും ഉണ്ടാകുന്ന ഒരു കുട്ടി ഉണ്ടാകുന്നു. ഈ പറയുന്ന റോബോട്ടിനെ അമ്മ ദത്തെടുക്കുകയാണ്. അവരുടെ മകനെ നഷ്ടപ്പെടുന്ന ഒരു അവസരത്തിലാണ് ദത്തെടുക്കുന്നത്. പക്ഷെ മകനെ തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ഈ റോബോട്ടിനെ ഒരു മകനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് എൻ്റെ കഴുത്തിന് പുറകിലാണ് സ്വിച്ചുകളുണ്ടായിരുന്നു. അങ്ങനെ കമാൻഡൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അവൻ മകനായി കഴിഞ്ഞു. അവൻ ഈ അമ്മ എന്ന് പറയുന്നത് സ്വന്തം അമ്മ തന്നെയാണ്. അവസാനം സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ സങ്കീർണതകളും റോബോട്ടുകളെ നശിപ്പിക്കുന്ന ഒരു ലോകവും അങ്ങനെ വലിയ വൈകാരികമായ തലങ്ങൾ പറയുന്നൊരു സിനിമയാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, അത് നൊമ്പരപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. എങ്കിലും ഭരണരംഗത്തെ അഴിമതിയും കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ സ്ത്രീപീഡന കേസുകളും പരാതികളും ഇവരെ കൊണ്ടുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഒരു രാഷ്ട്രീയക്കാരൻ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഒരു പുതിയ ലോകത്തിൻ്റെ കൺസെപ്റ്റായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന. ഒരു രാഷ്ട്രീയക്കാരൻ വന്നു കഴിഞ്ഞാൽ അഴിമതി ഉണ്ടാവില്ലല്ലോ, അവന് സ്വജനപക്ഷപാതം ഉണ്ടാകില്ലല്ലോ, അവന് ഈ പറയുന്ന സ്ത്രീപീഡനം നടത്തേണ്ടി വരില്ലല്ലോ, അവൻ ഈ പറയുന്ന ഒരാളെ ഉപദ്രവിക്കില്ലല്ലോ, വൈരാഗ്യം, ദുഷ്ടത, ഇത്തരം ചിന്തകളൊക്കെ മാറി നിൽക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് ആലോചിക്കുമ്പോൾ ഏതാണ്ട് സത്യുഗത്തിലെ പോലെ അത്രയേറെ ധർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു ആയിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എസ്റ്റോണിയയിലെ ഒരു ചെറിയ കേസുകളിലൊക്കെ വിധി പറയാനായിട്ട് ജഡ്ജിമാരെ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. ചെറിയ കേസുകൾ, ഇപ്പോൾ ട്രാഫിക് വയലേഷൻ എവിഡൻസോട് കൂടിയായിരിക്കുമല്ലോ ചെല്ലുന്നത്. ഇപ്പോൾ ട്രാഫിക് വയലേഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പോലീസുകാർ എഴുതി വിടുന്ന കാലമൊക്കെ ഇന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ എസ്റ്റോണിയയിൽ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ക്യാമറകളിലാണ്. അപ്പോൾ ട്രാഫിക് വയലേഷൻ ഒരു സ്പീഡിംഗ് ആണ്, സ്പീഡ് ഇപ്പോൾ ലിമിറ്റിനേക്കാൾ 40 മൈൽ വേഗത്തിൽ പോയി. അപ്പോൾ കോടതിയിലേക്ക് കേസ് വന്നപ്പോഴത്തേക്കും ജഡ്ജിയാണ് ഇരിക്കുന്നത്. ജഡ്ജി വീഡിയോ വിശകലനം ചെയ്യുന്നു, വണ്ടി ഇതാണെന്ന് ഉറപ്പിക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ന ആളുടെ പേരിലാണെന്ന് ഉറപ്പിക്കുന്നു, വണ്ടിയുടെ RC ബുക്കിൻ്റെ പേരിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വയലേറ്റ് ചെയ്തിരിക്കുന്നു, അപ്പോൾ ഇതിൻ്റെ പെനാൽറ്റി നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിധി പറയും. ഇനി അതല്ല, വയലേഷനിൽ ഇയാൾ കൃത്യമായിട്ട് അപ്പീൽ കൊടുക്കുകയാണ്, വിത്ത് എവിഡൻസ് കൊടുക്കുകയാണ്, ഞാനൊരു എമർജൻസി ഹോസ്പിറ്റൽ കാര്യമായിട്ട് വേഗത്തിൽ പോയതാണ്, ഹോസ്പിറ്റൽ റെസീപ്റ്റ് ഇന്ന കാര്യങ്ങളായിരുന്നു, ഇത്ര സമയത്താണ് ഹോസ്പിറ്റലിൽ എത്തിയത്, ഇത്ര സമയത്താണ് ഇന്ന ടൗൺ പാസ് ചെയ്തത്. അപ്പോൾ എവിഡൻസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, ദാറ്റ് ഈസ് അത് ഒരു ജസ്റ്റിസ്, ഒരു നീതി അവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വേർതിരിച്ച് കാണാനും കൃത്യമായ നടപടിയെടുക്കാനും കഴിയും. അത്തരത്തിലുള്ള എക്സ്ക്യൂസുകൾക്ക് വിധേയമായി തന്നെ ഇരിക്കും. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നാൽ എന്ത് ചെയ്യും? അവിടെ ഒരു ചോദ്യമുണ്ട്. പക്ഷേ ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത് UAE എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാമല്ലോ, ഏറ്റവും ആധുനികമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ആധുനികതയിലേക്ക് ഞങ്ങൾ ആദ്യം എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളോട് അടക്കം മത്സരിക്കുന്ന രാജ്യമാണ് UAE. പണ്ട് ദുബായ് എന്ന് പറയുന്നത് ഒരു പൊന്നു കായ്ക്കുന്ന മരമായിരുന്നു, അവിടെ പോയി പണം ഉണ്ടാക്കി തിരിച്ചു വരാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിനോട് മൊത്തം മത്സരിച്ച് തങ്ങളുടേതായ ഒരു ഇടം ലോകത്തിന് മുന്നിലെ ആധുനികതയുടെ കാര്യത്തിൽ നേടാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ UAEയിൽ AIക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മന്ത്രാലയം തന്നെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന AIക്ക് എന്താ, അപ്പോൾ അവരെ മുൻകൂട്ടി കണ്ടിരിക്കും. നമ്മുടെ രാജ്യത്ത് AIക്ക് മന്ത്രാലയമില്ല, നമുക്ക് ഈ സാങ്കേതിക IT മന്ത്രാലയമാണ് ഉള്ളത് നമുക്ക്. അപ്പോൾ പക്ഷപാതരഹിതമായിട്ടുള്ള ഒരു അഴിമതി ഉണ്ടാകാത്ത ഒരു സംവിധാനമാണ് AI എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, അത് ലോജിക്കലി തിങ്ക് ചെയ്യുന്നതാണ്, അതിൻ്റെ അൽഗോരിതം തയ്യാറാക്കിയിരിക്കുന്ന ആ വിധത്തിലാണ്. വലിയ അളവിൽ ഡാറ്റ വിശകലനത്തിന് കഴിയും. ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ, ഈ പറയുന്ന രാഷ്ട്രീയക്കാരനാണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിക്കുക, രാഷ്ട്രീയ നേതാവായിട്ട് അല്ലെങ്കിൽ പൊളിറ്റീഷ്യനെ മന്ത്രിയാകുന്നത് ഒരു ആണെങ്കിൽ, ഒരു റോബോട്ടാണെങ്കിൽ അയാൾക്ക് പക്ഷപാതം ഉണ്ടാവില്ല, സ്വാധീനിക്കാനും കഴിയും. എൻ്റെ പള്ളിയുടെ ഉത്സവമാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പറയുന്ന ഇന്ന ദിവസം അവധിയാക്കാം എന്ന് ഒരിക്കലും ഒരു മന്ത്രി വിചാരിക്കില്ല. അത് നസ്രാണിയായിട്ടുള്ളൊരു മന്ത്രി വിചാരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ അമ്പലത്തിൻ്റെ അപ്പുറത്താണ് മറ്റേ കൺസ്ട്രക്ഷൻ വരുന്നത്, അതുകൊണ്ട് ആ കൺസ്ട്രക്ഷൻ വേണ്ട എന്ന് ഒരു മന്ത്രി തീരുമാനിക്കില്ല. അതൊരു ഹിന്ദു മന്ത്രിയല്ല, അത് ഒരു തന്നെയാണ്. അപ്പോൾ ഒരു ഹിന്ദു മന്ത്രിയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, തന്നിഷ്ടങ്ങളൊന്നും നടപ്പിലായില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അഴിമതി ഉണ്ടായില്ല, AIക്ക് ഭാര്യ മക്കളും ഇല്ല, കൊണ്ട് കൊടുക്കണ്ടല്ലോ, അല്ലെങ്കിൽ മക്കൾക്ക് അമേരിക്കയിൽ പഠിക്കണ്ട, ഇല്ലെങ്കിൽ അമ്മയുടെ പെൻഷൻ കാശിൽ നിന്ന് കമ്പനി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് AIക്ക് മോളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല.
ഈ പറയുന്ന ബിരിയാണി ചെമ്പ് സ്വർണം കടത്തേണ്ട കാര്യം ഏയിക്കില്ല, ഈത്തപ്പഴത്തിൻ്റെ കുരുവിനകത്ത് സ്വർണം വെച്ച് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങളൊക്കെ എഐക്ക് ചെയ്യേണ്ടതില്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ എഐ അഴിമതി നടത്തില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. പിന്നെ അതുപോലെ തന്നെ എഐ എന്ത് ചെയ്യും, വലിയ അളവിൽ ഡാറ്റ വിശകലനം ചെയ്യും, തീരുമാനങ്ങൾക്ക് കൃത്യത ഉണ്ടാകും. നമ്മുടെ ഒരു മന്ത്രിക്ക് ഒരു പക്ഷേ പിഴവ് പറ്റാം, പക്ഷേ എഐക്ക് അങ്ങനെയുള്ള ഒരു പിഴവ് പറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞ എഐ ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെയൊക്കെ പണി പോകുമല്ലോ എന്നുള്ളത് നമ്മൾ അത് പോകാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമ്മുടെ പണി പോകാനുള്ള സാധ്യത അതിലും കൂടുതലാണ്. കാരണം ജേർണലിസത്തിൽ എഐയുടെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വില്ലന്മാരാണ്. അതെ, നമ്മളൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ടോക്ക് തയ്യാറാക്കാൻ, ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ട് പരമാവധി എത്ര സോഴ്സുകൾ പരിശോധിക്കും? പരമാവധി 10 സോഴ്സുകൾ പരിശോധിച്ചാലായി, ഇല്ലെങ്കിൽ ഒരു 5 വീഡിയോ കണ്ടാലായി, ഇല്ലെങ്കിൽ 2 പേരോട് ചോദിച്ചാലായി, ഒരു പുസ്തകമോ 2 പുസ്തകമോ റെഫർ ചെയ്താലായി. പക്ഷേ എഐ ഒരേ സമയം 10,000 ഡേറ്റകൾ വിശകലനം ചെയ്യും. മഴയെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറയുകയാണെങ്കിൽ മാറുന്ന മൺസൂൺ, ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ പറ്റിയിട്ട്, അത് മാറുന്ന അവസ്ഥകളെ പറ്റിയിട്ട്, ഇനി വരാനിരിക്കുന്നത് എന്ത് എന്നുള്ളതടക്കം വിശകലനം ചെയ്ത് 1 മിനിറ്റിൽ പോലും താഴെ സമയം കൊണ്ട് 1000 ഡേറ്റ ഒരേ സമയം വിശകലനം ചെയ്ത് അവർ നമുക്കൊരു ഗംഭീര ആർട്ടിക്കിൾ തരും. ഹിന്ദുവിൽ 8 കോളം ആർട്ടിക്കിൾ എഴുതണം. ഞാൻ ഇംഗ്ലീഷ് എത്ര വർഷം എടുക്കും ഞാൻ അത്ര ഇംഗ്ലീഷിലേക്ക് എത്താനായിട്ട്? രണ്ടാമത്തെ കാര്യം തന്നെ ഇത്രയും ഡേറ്റ വിശകലനം ചെയ്ത് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ട് ഒരു 3 വർഷത്തെ പ്രബന്ധം തയ്യാറാക്കുന്നതിൻ്റെ അത്രയും ഗവേഷണത്തിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും ഒരു ആർട്ടിക്കിളിലേക്ക് അതിനെ ചുരുക്കണമെങ്കിൽ എത്ര സമയമെടുക്കും? അപ്പോൾ എഐക്ക് ഇതൊന്നും വേണ്ട, 1 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് പ്രിസൈസായിട്ടുള്ള, അതായത് സംക്ഷിപ്തമായിട്ട് തയ്യാറാക്കുന്ന ഒരു 8 കോളം വാർത്ത അതിഗംഭീരമായിട്ട് വിശകലനം ചെയ്ത് വിത്ത് ഡയഗ്രം, ഗ്രാഫ്, ഇമേജ് റെപ്രസെൻറ്റേഷൻ, ഈ പറയുന്ന ഗ്രാഫിക്സ് എല്ലാം അടക്കം എടുത്ത് മുന്നിൽ വെച്ച് ഒരു ടെംപ്ലേറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പത്രത്തിൽ നാളെ എടുത്ത് വെച്ചാൽ മതി. ഇതാ സംഭവം. ഈ രീതിയിലേക്ക് ജേർണലിസം മാറുമ്പോൾ നമ്മുടെയൊക്കെ പണി പോകും. പ്രസൻറ്റ് ചെയ്യാനുള്ള ആൾക്കാരും വേണ്ട. പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ടല്ലോ, 100 കണക്കിന്. ഇവിടുത്തെ കേരളത്തിലെ പിള്ളേർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവതാരകൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് വായിക്കുന്ന അവതാരകൻ വേണ്ട. അതെല്ലാം ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഫീഡ് ചെയ്യാനുള്ള സംവിധാനം മാത്രം മതി. ഒരു റിപ്പോർട്ടർ റീജിയണലായിട്ടുണ്ടായിരിക്കും. എഐക്ക് പോയി കണ്ടെത്താൻ കഴിയില്ല ഇന്നയിടത്ത് ഇന്ന വാഹനങ്ങൾ കൂട്ടുമുട്ടി, ഇന്ന പേർക്ക് പരിക്ക് പറ്റിയില്ലെങ്കിൽ ഇന്ന ഗതിയിലൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ ബേസിക് സോഴ്സിൽ നിന്ന് വിവരങ്ങൾ എടുക്കാനുള്ള ശേഷി എഐക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോൾ അതും വന്നേക്കും ഡ്രോൺ റിപ്പോർട്ടറൊക്കെ ഉണ്ടായെന്ന് വരും. ചിലപ്പോൾ ചെന്ന് കണ്ട് സംസാരിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ എന്നതാണ് എന്ന് ചോദിച്ച ആൾക്കാരുടെ ബൈറ്റൊക്കെ എടുത്ത് വന്നിട്ട് ചിലപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് വരാം. പക്ഷേ അവിടെയും മാനുഷികതയുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ജേർണലിസത്തിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ കൊണ്ടുവരുന്നു. നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പറഞ്ഞാൽ നമ്മളൊരു പദ്ധതി തയ്യാറാക്കുന്നു, അതിന് വേണ്ടിയിട്ട് ടെൻഡർ വിളിക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം, ഇതെല്ലാം എഐ ഏൽപ്പിക്കുക. അപ്പോൾ എഐ കൃത്യമായിട്ടുള്ളൊരു സമയം, റോഡ് പണിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ പാല നിർമ്മാണമാണ്. അപ്പോൾ എഐ കൃത്യമായിട്ട് ടെൻഡർ ഇന്ന ദിവസം വിളിക്കാൻ പറയും. അപ്പോൾ എന്താ അതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അവർ പറയും ഈ പ്രോസസ്സ് ചെയ്ത് ഇത്ര ദിവസം എടുത്ത് ഇങ്ങനെ പൈസയൊക്കെ അലോക്കേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ജൂൺ 10-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ മഴ തുടങ്ങും, അപ്പോൾ പണി നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് പൈലിംഗ് നടക്കില്ല, നിങ്ങൾക്ക് ഡ്രഡ്ജിങ് അതുപോലുള്ള കാര്യങ്ങൾ നടക്കില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന മറ്റ് പ്രവർത്തനങ്ങൾ നടക്കില്ല. അത് നടത്താൻ കഴിയാത്ത രീതിയിലുള്ള കാലാവസ്ഥ ഉണ്ടാകുന്നത് ഞാൻ മുന്നേ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഈ പദ്ധതി തയ്യാറാക്കുന്നത് എന്നുള്ളത് എഐ പറയും. അതാണ് എഐയുടെ കൃത്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ എഐക്ക് നേരത്തെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇതിൻ്റെ ജാതി, വർഗം, വർണ്ണം അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തുല്യനീതിയും സംഭാവന ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിന് പരിമിതികളുണ്ട്. എന്തൊക്കെയാണ് പരിമിതികൾ? നമുക്കറിയാവുന്നുള്ള ഒരു വിചാരങ്ങളില്ല, വികാരങ്ങളൊന്നുമില്ല, സഹാനുഭൂതി ഉണ്ടാവില്ല, കമ്പാഷൻ ഉണ്ടാവില്ല. ഇപ്പം ഒരു മീറ്റ് സ്റ്റോൾ നടത്തുന്ന എഐ ആണെങ്കിൽ അവൻ ഈ പറയുന്ന ഒരു വേർതിരിവും ഉണ്ടാവില്ല. അവന് കൃത്യമായിട്ട് ഒരു ഇതിനെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം മീറ്റ് സപ്ലൈ ചെയ്യുക, മീറ്റാണ് സപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ എന്തിൻ്റെ മീറ്റ് സപ്ലൈ ചെയ്യും? അവന് മനുഷ്യനെന്നോ മൃഗമെന്നോ ഉള്ള വേർതിരിവ് പോലും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിമിതികൾ, കുറേ ലിമിറ്റേഷൻസ് ഇതിനുണ്ട് എന്നുള്ളത്. കാര്യം വിവേചിച്ചറിയാനുള്ളൊരു ബുദ്ധി ഉണ്ടാവില്ലല്ലോ. ഇല്ല, വിവേചന ബുദ്ധി അതായത് ഉണ്ടാവില്ല. ഡാറ്റാസ് ഒരുപാട് പ്രിയൻ പറയുന്നത് കളക്ട് ചെയ്ത് നമുക്ക് മുമ്പിലേക്ക് ഒരുപാട് ഡാറ്റാസ് ഇവർ തരും. പക്ഷേ ഇതിൽ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറയുന്നതിൽ പരാജയം അത് അസാധ്യമായിരിക്കും. അതാണ് പറഞ്ഞത്, ചിന്താശേഷി ഇല്ല എന്നുള്ളതാണ് എഐയുടെ പരാജയം. അപ്പോൾ നമ്മൾ എഐ ചെയ്യുന്ന പണി, മെക്കാനിക്കലായിട്ടുള്ളൊരു പണി എടുക്കാമെന്ന് ഇനിയുള്ള കാലത്ത് മനുഷ്യൻ വിചാരിക്കുകയാണെങ്കിൽ അത് അബദ്ധമായിരിക്കും. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ എഐക്ക് കഴിയില്ല.
ആ ക്രിയേറ്റീവ് കാര്യത്തിലാണ് നമ്മളുടെ പ്രാധാന്യം ഇരിക്കുന്നത്. എസ്തെറ്റിക്കായിട്ട് മനുഷ്യൻ പെരുമാറുന്നിടത്ത്, ചിന്തിക്കുന്നിടത്ത്, പ്രവർത്തിക്കുന്നിടത്ത്, അവൻ്റെ മൂല്യങ്ങൾ എത്തുന്നിടത്താണ് അവനിൽ മാറ്റം ഉണ്ടാകുന്നത്. അവൻ മുന്നോട്ട് കുതിക്കുക. എഐക്ക് അങ്ങനെ ഒരു മുന്നോട്ട് കുതിപ്പുണ്ടാവില്ല. ഞാൻ പറയുകയാണ്, ഞാനൊരു പുതിയ ലോജിക്ക് അപ്ലൈ ചെയ്ത് ഒരു പുതിയ കാര്യം കണ്ടെത്തി ക്രിയേറ്റീവായിട്ട് പുതിയൊരു എസ്തെറ്റിക് സെൻസിൽ ഒരു വിഷയത്തെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എഐക്ക് അതിനെ മാതൃകയാക്കി മറ്റൊന്ന് ചെയ്യാൻ കഴിയുമെന്നല്ലാതെ പുതിയതായിട്ടൊന്നും നിർമ്മിക്കാൻ എഐക്ക് കഴിയില്ല. പുതിയത് ബേസിക് സോഴ്സ്, ക്രിയേറ്റിവിറ്റി, എസ്തെറ്റിക്സ് ഇതെല്ലാം മനുഷ്യൻ കൊടുത്താൽ മാത്രമേ വേറെ മറ്റൊന്നിനും കഴിയില്ല. മറ്റ് ഒരു സംവിധാനത്തിനും ലോകത്ത് കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പറയുന്നു, മനുഷ്യ രാഷ്ട്രീയക്കാർക്ക് പകരമാകാൻ എഐ രാഷ്ട്രീയക്കാർ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ പെട്ടു. അപ്പോൾ ഇനിയും വിടർന്ന് നടക്കും, ഇനിയും അഴിമതി നടക്കും, പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. ഹൈബ്രിഡ് മോഡലുകൾ വന്നേക്കാം. രാഷ്ട്രീയക്കാരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഉപകരണമായിട്ട് എഐ പ്രവർത്തിച്ചേക്കാം എന്നുള്ളതാണ് പറയുന്നത്. നയങ്ങളുടെ പ്രവചനം, അഴിമതി കണ്ടെത്തൽ, ഇപ്പോൾ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത്, കോടിക്കണക്കിന് രൂപയുടെ വലിയ പദ്ധതി ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ളൊരു സംവിധാനത്തിൽ നടത്തിയ പദ്ധതിയാണ്. കേരളത്തിലെ എല്ലാ വാർഡുകളിലേക്കും ഇന്ന തുക ഇന്ന രീതിയിൽ കൊടുക്കുന്നു. അപ്പോൾ ഇത് ചിലവഴിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നു. ഇതിൻ്റെ റിപ്പോർട്ടുകൾ തിരിച്ചു വരുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എത്ര വാർഡുകളുണ്ട് കേരളത്തിൽ? 1000-ലേറെ പഞ്ചായത്തുള്ള കേരളത്തിൽ എത്ര വാർഡുകളുണ്ടാകാം? 10,000-കണക്കിന് വാർഡുകളുണ്ടാവാം. 10,000-15,000 വാർഡുകളുണ്ടായേക്കാം. ആ വാർഡുകളുടെ എല്ലാ വിവരങ്ങളും ഒരുമിച്ച് വിശകലനം ചെയ്താൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ എഐക്ക് കഴിഞ്ഞേക്കും. അതാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ മനുഷ്യനെ സഹായിക്കാനായിട്ട് ഇപ്പോൾ പൗരസേവനം, എനിക്ക് പാസ്പോർട്ട് പുതുക്കാൻ വേണം, ഞാൻ ഇന്ന ഡീറ്റെയിൽസ് കൊടുത്തു, ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, ശരി, ആ പോലീസ് സ്റ്റേഷനിലെ എ ആയിട്ട് കോൺടാക്ട് ചെയ്തത് സെക്കൻഡുകൾക്കുള്ളിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി എനിക്ക് എൻ്റെ പാസ്പോർട്ട് പുതുക്കി തരും. അതിനൊക്കെ ഉപയോഗിക്കാൻ കഴിയും. എയും മനുഷ്യനും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു മെച്ചപ്പെട്ട ഭരണം സാധ്യമാക്കാനുള്ളതായിരിക്കും ഭാവിയിലെ ലക്ഷ്യം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ തന്നെ എഐക്ക് കഴിയും. അത്തരത്തിലുള്ള എഐ ആയിരിക്കും ഭാവി കാലത്തിൽ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എഐ മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്, അപ്പോഴും പക്ഷപാതിത്വം ഉണ്ടാകും. അതിൻ്റെ അൽഗോരിതത്തിൽ മാറ്റം വരുത്തിയാൽ മതി. ഞാനൊരു എഐ ഉണ്ടാക്കുന്നു, അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന, നമ്മൾ എഐ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്, എഐ ആയിട്ട് ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പറയുന്ന പല വിധത്തിലുള്ള എഐ ഉണ്ട്. ആ എഐകളെല്ലാം തന്നെ ഒന്ന് ആസ്ട്രോളജിയുടെ എഐ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ഓരോന്നിലും വ്യത്യാസം വന്നേക്കാം. അപ്പോൾ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പോൾ അതിനകത്ത് നീതി ഉറപ്പാക്കണം, ജനാധിപത്യം ഉറപ്പാക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങളും എ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എ സ്വയം വിവരങ്ങൾ ആർജിക്കുകയും ചെയ്യും. നീതി, സത്യം, ധർമ്മം ഇതൊക്കെ ആർജിക്കുകയും ചെയ്യും. എങ്കിലും അതിന് പരിമിതി ഉണ്ടായിരിക്കും. എങ്കിലും മനുഷ്യനെ പരമാവധി കൃത്യതയോടുകൂടി എ തയ്യാറാക്കാനുള്ള ശ്രമങ്ങളാണ് ലോകത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, രാഷ്ട്രീയക്കാരും സംവിധാനങ്ങൾ എല്ലായിടത്തും ഒന്നും വരില്ല. മനുഷ്യൻ തന്നെയായിരിക്കും അന്തിമമായിട്ടുള്ള, കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര വലിയ സൃഷ്ടിയാണെന്നേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സഹായമായി ലോകത്ത് തുടരും. എപ്രകാരം കമ്പ്യൂട്ടർ സർവ്വവ്യാപിയായിട്ട് നിൽക്കുന്നു, അതുപോലെ എയും തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വിശകലനം ചെയ്തതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.